അങ്ങനെ 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നിരിക്കുകയാണ്. പതിവ് തെറ്റിച്ചിട്ടില്ല. 99.5% മാർക്കിൽ കുട്ടികൾ വിജയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആശംസകൾ. ഇനി ഫുൾ A+ കിട്ടിയ ആളുകൾക്കുള്ള മൊമെൻ്റ് വിതരണവും ആദരവും ഒക്കെയാണ് നടക്കാൻ പോകുന്നത്. ഈ സമയത്ത് നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇത്രയും മാർക്ക് കിട്ടി ജയിച്ച ഈ മക്കൾക്കൊക്കെ എത്രത്തോളം സ്കില്ലുണ്ട്, ലൈഫ് സ്കിൽ എത്ര ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡിഗ്രി കഴിഞ്ഞ ഒരു പയ്യൻ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാണ്. അതിൽ അവൻ്റെ പേര് എഴുതിയതിന് ശേഷം മെയിൽ ഓർ ഫീമെയിൽ ഉണ്ടല്ലോ, അതിൽ അവൻ മെയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഈ എന്താണ് മെയിൽ കട്ട് ചെയ്ത് അപ്പുറത്ത് ഫീമെയിൽ? അതെ സാർ, അതിൻ്റെ അപ്പുറത്ത് ഡിലീറ്റ് അപ്രോപ്രിയേറ്റ് എന്നാണ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മെയിലാണല്ലോ, അപ്പം മെയിലാണല്ലോ എൻ്റെ അപ്രോപ്രിയേറ്റ്, അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്തു. ഇതാണ് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം. ഒരു ഫോം ഫില്ല് ചെയ്യാനും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഏത് കോഴ്സിന് പഠിക്കാൻ പോകണം, ഏത് ജോലിക്ക് പോകണം, ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്നും കുട്ടികൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു വിദ്യാഭ്യാസം കൊണ്ട് നമ്മളെ മക്കൾക്ക് എന്താണ് കാര്യമുള്ളത്? ഞാൻ എൻ്റെ മിക്കവാറും എല്ലാ ട്രെയിനിങ്ങുകളിലും അതേപോലെ തന്നെ അധ്യാപക സുഹൃത്തുക്കളെ കാണുമ്പോഴും ഒക്കെ പറയുന്നതാണ്, അതത് ദിവസം പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളിൽ നിന്നും ആ കുട്ടികൾക്ക് അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇത് എന്തൊക്കെയാണ് ലൈഫിൽ ഉപകാരപ്പെടുക എന്നുള്ളതും കൂടി പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണല്ലോ സത്യത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾക്ക് ഉപകാരമുള്ളത്. കുട്ടികൾക്കും നാടിനും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസമായിരിക്കട്ടെ നമ്മുടെ സ്കൂളുകൾ നൽകുന്നത്.